നമസ്കാരം. ഞാൻ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞ് പിന്നെയും വെല്ലുവിളിച്ച് വീണ ജോർജ് ഇറങ്ങിയിട്ടുണ്ട്. ഉഗ്രൻ BGM ഒക്കെ ഇട്ടാണ് വീണയുടെ രണ്ടാം വരവ്. PR-കാർ അതങ്ങ് ആഘോഷമാക്കി. പക്ഷേ പരിതാപകരമായ ചില കാഴ്ചകൾക്കാണ് പിന്നീട് നാട് സാക്ഷ്യം വഹിച്ചത്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് പറയും പോലെ വീണ പുറത്തിറങ്ങിയതോടെ ജനം ഓടിപ്പുരയ്ക്കകത്ത് കയറി. വീണ പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം 4 കാലിൽ നിൽക്കുന്ന ദുർവിധി പോലെ ആളില്ലാത്ത കസേരകൾ മാത്രം. ആ KSUക്കാർ കരിങ്കൊടിയുമായി വന്നിരുന്നെങ്കിൽ 100 പോലീസുകാരെങ്കിലും കൂടുമായിരുന്നു. ഇപ്പോൾ ഭയമാണ് ജനങ്ങൾക്ക് വീണയുടെ പ്രസംഗം കേട്ടിരിക്കാൻ പോലും. പ്രസംഗത്തിനിടയിൽ ആരെങ്കിലും തുമ്മിപ്പോയാൽ അത് കേട്ട് പേടിച്ച് പിടല് തിരിഞ്ഞാലോ എന്ന ഭയം. മൂക്ക് ചൊറിയുന്നത് കണ്ടാൽ അവരെന്നെ കോക്രി പിടിച്ചു എന്ന് പറഞ്ഞ് വധശ്രമത്തിന് കേസെടുത്തെന്നിരിക്കും. കേരളത്തിൻ്റെ അഭിമാനവും അന്തങ്ങളുടെ ആരാധനാപാത്രവുമായി വീണ ജോർജ് പങ്കെടുക്കുന്ന പരിപാടികളിൽ ആളില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? മൈക്ക് സെറ്റുകാർ ഉൾപ്പെടെ 10 പേർ കസേരയിലെങ്ങാനും ഇരുന്നാലായി. വേദിയിൽ ആളില്ലാതെ വന്നതോടെ മുഖം മാത്രം കാണിച്ച് പ്രസംഗം കേൾപ്പിക്കേണ്ടി വന്നു PR-കാർക്ക്. ഒഴിഞ്ഞ കസേരയെ നോക്കി വേദന കടിച്ചു പിടിച്ച് വികസന ഗീർവാണങ്ങൾ അടിക്കുന്നതിനിടയിലും തനിക്കെതിരെ നടക്കുന്ന നുണപ്രചാരണങ്ങളെപ്പറ്റിയും പറയുന്നുണ്ട്. വീട്ടിൽ പറഞ്ഞപ്പോൾ ഭർത്താവ് പോലും ഏറ്റെടുക്കാത്ത നുണ നാട്ടുകാരോട് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ വീണയെ വീണ്ടും മത്സരിപ്പിക്കുന്നതിനെതിരെ ഭർത്താവിൻ്റെ അപേക്ഷ പുറത്തു വന്നതോടെയാണ് വീണയുടെ സദസ്സാകെ ശുഷ്കമായി തുടങ്ങിയത്. 100 DYFIക്കാരെ രക്ഷാപ്രവർത്തനത്തിനായി കസേരകളിൽ കൊണ്ടിരുത്താനുള്ള വകതിരിവ് പോലും ഈ പാർട്ടിക്കില്ലേ? വീണ പങ്കെടുക്കുന്ന പരിപാടിക്ക് ആളില്ലെന്ന വാർത്ത വന്നതോടെ ഒരു അതിബുദ്ധി കാണിച്ചു കൂട്ടി പഴയ ജില്ലാ സെക്രട്ടറി ഉദയഭാനു. വീണ പങ്കെടുത്ത പരിപാടി നടന്നത് പകൽ സമയത്താണ്. എന്നാൽ രാത്രി അഞ്ജു ജോസഫിൻ്റെ സ്റ്റേജ് ഷോ കാണാൻ കൂടി ജനത്തിൻ്റെ പടമെടുത്ത് അങ്ങ് കാച്ചി. എന്നിട്ടൊരു ചോദ്യം, ആരാ പറഞ്ഞത് വീണയുടെ പരിപാടിക്ക് ആളുകളില്ല എന്ന്? ചിലർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നതും ചിത്രത്തിൽ കാണാം. വീണയുടെ പ്രസംഗം കേട്ട ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ലെവലിലൊക്കെ എത്തിയിട്ടുണ്ടോ സഖാവേ? സത്യത്തിൽ ഇപ്പോഴത്തെ സെക്രട്ടറിയും പഴയ സെക്രട്ടറിയും ഒക്കെ വീണ ജോർജിനെ ട്രോളുകയല്ലേ ചെയ്യുന്നത്? വീണ എവിടെ നിന്നാലും ജയിക്കുമെന്നായിരുന്നു രാജു ഏബ്രഹാം പറഞ്ഞത്. വീണയുടെ ഭർത്താവിൻ്റെ കൊടുമണ്ണെ വസ്തുവിന് മുമ്പിൽ ഓട നിർമ്മിച്ചപ്പോൾ കാവലിൽ നിന്ന സെക്രട്ടറിയാണ് അന്നത്തെ ആ ഉദയഭാനു. വീണയുടെ ഉദ്ഘാടന പരിപാടി എത്ര മണിക്കായിരുന്നു എന്നറിയാതെ രാത്രി പരിപാടിയുടെ പടമിട്ട ഉദയഭാനുവൊക്കെ ഈ പാർട്ടിക്കൊരു മുതൽക്കൂട്ടാണെങ്കിലും ലോകത്തിനാകെ അപമാനമാണ്. ക്രിസ്ത്യാനികളുടെ 4 വോട്ട് കിട്ടണമെങ്കിൽ കഴുത്തിൽ കോളർ ചുറ്റിയ വീണയല്ലാതെ കർത്താവ് നേരിട്ടിറങ്ങി വന്നാലും രക്ഷയില്ല എന്ന് കാരണഭൂതത്തിനറിയാം. വേറൊരു അന്തംഗമ്മി ചോദിക്കുന്നത് പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുകയാണ് എന്നാണ്. ഈ അന്തം കാണുന്നില്ല ആ ചിത്രത്തിൽ വീണ വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നത്. അപ്പോൾ പറയും അത് റിഹേഴ്സലായിരുന്നു, ഒറിജിനൽ പ്രസംഗം പിന്നീടുണ്ടായിരുന്നുവെന്ന്. സഖാക്കൾ പരസ്പരം മത്സരിച്ച് പൊട്ടന്മാരായിക്കൊള്ളുക. നാട്ടുകാരെല്ലാം പൊട്ടന്മാരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചങ്കുറപ്പോടെ മുന്നോട്ട് എന്ന് പറഞ്ഞിട്ട് വലിയ ഉറപ്പൊന്നും ഇപ്പോൾ കാണുന്നില്ല. മൊത്തത്തിലൊരു ശൂന്യതയാണ്. ആരോഗ്യം ആനന്ദം പരിപാടിയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നടക്കുന്നത്. ദിവസവും ഗാനമേള നൃത്തമൊക്കെ ഉണ്ട്. നൃത്തം കണ്ട് ജനറൽ ആശുപത്രിയിലെ രോഗികൾ ശ്വാസം വലിച്ച് കഴിയുകയാണ്. ആരോഗ്യം ആനന്ദം എന്ന പരിപാടിക്ക് പേരിട്ടതേ ഓർമ്മയുള്ളൂ. ആരോഗ്യമന്ത്രി കിടപ്പിലായി. ഒന്നേ പറയാനുള്ളൂ, തെരഞ്ഞെടുപ്പ് ചട്ടം വരുന്നതിന് മുമ്പ് കഴുത്തിലെ കോളർ ഊരി മാറ്റിക്കൊള്ളണം. സഹതാപ തരംഗത്തിലൂടെ വോട്ട് ചോദിച്ച് നടക്കരുത്. വീണ എവിടെ ചെന്നാലും അവിടെ കുറേ എക്സ്ട്രാ നടിമാർ ഉണ്ടാകും. കെട്ടിയൊരു പിടുത്തം, കണ്ണീർ തുടയ്ക്കൽ, കവിളിൽ തലോടൽ. ഒരു മാലാഖയെ കണ്ട പോലെ അവർ വീണയെ നോക്കുന്ന രംഗങ്ങൾ. വീണ ആനന്ദം ആരോഗ്യം പരിപാടിയുമായി ആറന്മുള ദേശത്തും പത്തനംതിട്ടയിലുമായി കറങ്ങുമ്പോൾ അങ്ങ് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ആയിരക്കണക്കിന് നഴ്സുമാർ സമരത്തിലാണ്. സ്വകാര്യ മേഖലയെ കൂടി താങ്ങാനുള്ള കരുത്ത് വീണയുടെ പെടലേക്കില്ല. അതുകൊണ്ട് ഒന്നിനും ഇടപെടാതെ മാറി നിൽക്കുകയാണ്. 7 വർഷം കൊണ്ട് അവർ ശമ്പള വർധനവ് ആവശ്യപ്പെടുകയാണ്. സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. ശമ്പളക്കുടിശ്ശിക ആവശ്യപ്പെട്ട സർക്കാർ ഡോക്ടർമാരുടെ സമരം വേറൊരു വഴിയിൽ നടക്കുന്നു. കോടികൾ മുടക്കി കെട്ടിടം പണിതിട്ടുകൊണ്ടോ കിടക്കയുടെ ഭംഗി കാണിച്ചതുകൊണ്ടോ വല്ല കാര്യവുമുണ്ടോ? അകത്ത് ഒന്നുമില്ല. മുഖ്യൻ ഒറ്റ രാത്രി ഉറങ്ങാൻ 2 ലക്ഷത്തിൻ്റെ മുറി ശരിയാക്കിയവന്മാരാണ് സകല മേഖലയിലെയും തൊഴിലാളികളെ തുലയ്ക്കുന്നതെന്ന് ഓർക്കണം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ പണികൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. തേച്ച സിമൻറ്റ് ഉണങ്ങി മേസ്തിരി മുഴക്കോല് മാറ്റുന്നതിന് മുമ്പ് പെയിൻ്റടി സംഘം പൂശൽ നടത്തും. തേച്ച ഭിത്തിയിൽ വെള്ളമൊഴിച്ച് ബലപ്പെടുത്തുന്ന ഒരു പരിപാടിയൊക്കെ പണ്ടുണ്ടായിരുന്നു. സിമൻ്റ് ഒന്ന് ഉറയ്ക്കാനെങ്കിലും. എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം നടത്താനുള്ള പണികളാണ് ഇവിടെയും. കോൺക്രീറ്റിങ്ങിൻ്റെ പിറ്റേന്ന് തന്നെ തട്ടിളക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട്. കേരളം മുഴുവൻ അതിശയനിലെ അത്ഭുത ജീവിയെപ്പോലെ ഞാൻ വന്ന് പൊക്കിയെടുത്തു എന്ന് പിണറായിക്ക് മേനി നടിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം നടത്തണം. വീണ എവിടെ പ്രസംഗിക്കുമ്പോഴും പറയുന്നത് കേൾക്കാം, പൂജ്യത്തിൽ നിന്നാണ് നമ്മൾ ആരോഗ്യ മേഖല ഇവിടെ വരെ എത്തിച്ചത് എന്ന്. വീണ വന്നതിൽ പിന്നെയാണല്ലോ പ്ലേഗും വസൂരിയുമെല്ലാം നമ്മൾ തുടച്ചു മാറ്റിയത്.
വസൂരി വന്ന് മരിച്ച ആത്മാക്കൾ പറയുന്നുണ്ടാകണം വീണക്കുട്ടി നേരത്തെ വന്നിരുന്നെങ്കിൽ എന്ന്. കഴുത്തുവേദനയാണെങ്കിലും കേൾക്കുന്നവൻ്റെ കാതിനെ ലജ്ജിപ്പിക്കുന്ന പുളുവടിക്കുന്ന കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. ഇതിനിടെ കേരളമാകെ ഒരു സർവേ നടക്കുന്നുണ്ട്, നവകേരള സർവേ. ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ കിട്ടിയ ആട്ടുകളുടെ എണ്ണം എന്നൊരു കോളം സർവേക്കാർക്ക് ഇല്ലാതെ പോയി. ഒരു വീട് കയറുമ്പോൾ 5 രൂപ കിട്ടുമെന്ന് കരുതി കുറേ പാവങ്ങൾ ആട്ടു വാങ്ങിക്കൂട്ടുകയാണ്. അന്തങ്ങളിപ്പോൾ ഫ്രാന്തിൻ്റെയും ഒരു പിടി കൂടെ കടന്ന് ഉന്മാദത്തിലെത്തി. എങ്ങനെയെങ്കിലും കിർമീരൻ്റെ കഥ കഴിയണമെന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ടാകണം. കൊട്ടിഘോഷിക്കുന്ന 3.0 3G ആകുമെന്ന് അറിയാമായിരുന്നിട്ടും അവർ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. ഗതികെട്ടവന്മാരും വെളിവുകെട്ടവന്മാരും പോകാനൊരിടമില്ലാതെയും ഇറങ്ങി വരാനുള്ള വഴിയറിയാതെയും ഈ പാർട്ടിയുടെ വെളിച്ചം കടക്കാത്ത ഗുഹയ്ക്കുള്ളിൽ കിടന്ന് നരകിക്കുകയാണ്. സത്യത്തിൽ വീണ ജോർജ് മന്ത്രിയായതിൽ വലതുപക്ഷ മാപ്രകൾക്ക് കണ്ണുകടിയുണ്ടോ? ഇവർ ആറന്മുള MLA ആയ കാലം മുതൽ ആർക്കും വശപ്പെടാതെ പാർട്ടിയെ ധിക്കരിച്ച് പിണറായി വിജയൻ്റെ സ്വന്തം ഉണ്ണിയാർച്ചയായി നടക്കുന്ന കാഴ്ചയാണ് ജനം കണ്ടത്. പാർട്ടിക്കാർക്ക് പോലും അന്നു മുതൽ എതിരഭിപ്രായമായിരുന്നു. വിളിച്ചാൽ ഫോണെടുക്കില്ല, പരിപാടിക്ക് വിളിച്ചാൽ ചെല്ലില്ല, എല്ലാവരോടും തികഞ്ഞ പുച്ഛം, ഹുങ്ക്. അധികാരം കൂടി കയ്യിൽ കിട്ടിയതോടെ ആളങ്ങ് വളർന്നു. PR വർക്കിൻ്റെ ഭാഗമായുള്ള വൈഭവങ്ങളല്ലാതെ അവരൊരിക്കലും ഒരു ജനകീയ നേതാവല്ല. തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരെ കേസെടുത്തും ഭീഷണിപ്പെടുത്തിയും അകത്താക്കും. ഇവരുടെ സംസാര രീതിയിലെ മെലോഡ്രാമ മനുഷ്യർക്ക് പിടിക്കാത്തതായി. വെല്ലുവിളിയാണ് പ്രധാന പരിപാടി. അല്ലെങ്കിൽ ആരെങ്കിലും പറയുമോ പിണറായി വിജയൻ ഉണ്ടാക്കിയ റോഡിൽ നിന്നാണ് എന്നെ KSUക്കാർ കരിങ്കൊടി കാണിച്ചത് എന്ന്? വീണ മോണോ ആക്ടുമായി നടന്ന കാലത്ത് KK നായർ എന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു പത്തനംതിട്ടയിൽ. അദ്ദേഹം ജനപ്രതിനിധിയായിട്ടിരുന്നപ്പോൾ ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന പത്തനംതിട്ട. ഇന്നത്തെ ഏതെങ്കിലും ഒരു മരവാഴയ്ക്ക് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നോ പത്തനംതിട്ടയിലെ റിങ് റോഡ്? താഴൂർക്കടവിലെയും കല്ലറക്കടവിലെയും പാലങ്ങൾ വന്നതോടെ നാടാകെ മാറി. ജില്ല വന്നപ്പോൾ അന്തങ്ങൾ പറഞ്ഞത് ആര് ഭരിച്ചാലും ജില്ല വരും എന്നായിരുന്നു. അതിനു മുമ്പ് പറഞ്ഞു നടന്നത് പത്തനംതിട്ട ജില്ല എന്നത് ആകാശ കുസുമമാണെന്നാണ്. ഇനി അധികമാർക്കും അറിയാത്ത ഒരു കഥ കൂടി പറയാം. വീണ കുര്യാക്കോസിൻ്റെ മാതാവ് റോസമ്മ നഗരസഭയിലെ കൗൺസിലറായിരുന്നു പത്തനംതിട്ടയിൽ. അന്നവർ UDFനൊപ്പമായിരുന്നു. അന്ന് നഗരസഭയിൽ നടന്ന ഒരു സംഘടനത്തിൽ വീണ കുര്യാക്കോസിൻ്റെ മാതാവിൻ്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറി ആക്ഷേപിച്ച് വിട്ടു പത്തനംതിട്ട ജില്ലയിലെ ഒരു മുതിർന്ന CPM നേതാവ്. ഇതൊക്കെ മറന്നുകൊണ്ടാണ് സ്ത്രീ സുരക്ഷയെപ്പറ്റിയുമൊക്കെ ഈ വീണ ജോർജ് ഗീർവാണമടിക്കുന്നതെന്ന് ഓർക്കണം. ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു വനിതാ മന്ത്രിയോട് ആരെങ്കിലും ഇങ്ങനെ കാണിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ കൂടി ഒന്ന് ഓർക്കുക വീണേ. രാഷ്ട്രീയ പകയുടെ പേരിൽ കൗൺസിലറായ ഒരു സ്ത്രീയെ വസ്ത്രാക്ഷേപം ചെയ്ത നാണം കെട്ട നേതാക്കന്മാരാണ് ഇപ്പോൾ വീണയുടെ പത്തനംതിട്ടയിലെ ഗോഡ്ഫാദർമാരായി നടക്കുന്നത്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം.